സെഷൻ 1 BARC എക്സാമിനേഷനിൽ 99.9495831 എന്ന പെർസെൻറ്റൈൽ സ്കോർ കരസ്ഥമാക്കി കേരള റാങ്ക് 1 എന്ന അഭിമാന നേട്ടം സ്വന്തമാക്കിയ നമ്മുടെ സ്വന്തം ദേവ് പോൾ ജോയ്. വെൽക്കം ദേവ് പോൾ. ഇവിടെ BARC എക്സാമിനേഷനിൽ മാത്രമല്ല BTECിലും അതുപോലെ തന്നെ JEE മെയിൻസിൻ്റെ പ്ലാനിംഗ് എക്സാമിനേഷനിലും ദേവ് പോൾ 99 and above പെർസെൻറ്റൈൽ സ്കോറാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ ദേവ് പോളിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. സോ ഹൗ ഡു യു ഫീൽ ആഫ്റ്റർ ഹിയറിംഗ് ദി റിസൾട്ട്സ്? നല്ല സന്തോഷമായി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്നത്. പ്രതീക്ഷിച്ചില്ല, എത്ര കിട്ടുന്ന പ്രതീക്ഷിച്ചില്ല. ഭയങ്കര സന്തോഷമായി, വീട്ടുകാർക്കൊക്കെ സന്തോഷമായി. ആണല്ലേ, മൊത്തത്തിലൊരു ഹാപ്പി മൂഡാണ്. അപ്പം വീട്ടുകാരുടെ കാര്യം പറഞ്ഞു. മോന്റെ സ്ഥലം ഒന്ന് പറയാവോ? ഞാൻ തൃശ്ശൂർ അയന്തോളാണ്. പേരൻസിന്റെയും അതുപോലെ സിബ്ലിങ്സ് ഉണ്ടോ? ബാക്കി 3 പേരുണ്ട്. ഞാൻ കൂടാതെ ബാക്കി 3 മൂത്ത് 2 ചേച്ചിമാരും പിന്നെ ഒരു ചേട്ടനും. ഓക്കെ. അപ്പം അവരുടെ എല്ലാവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ചേട്ടനാണ് എന്നെ റിപ്പീറ്റ് പോകാന്നുള്ള ഇത് കൊണ്ടുവന്നത് ഇന്ത്യയിലേക്ക്. ചേട്ടനാണ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തേക്കണം. വീട്ടുകാരെല്ലാം അതേപോലെ തന്നെ കൂടെ നിന്നു. ആണല്ലേ. അപ്പം ചേട്ടൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇവിടെ ബ്രില്യനിൽ കഴിഞ്ഞ വർഷം റിപ്പീറ്റ് ചെയ്തിരുന്നു. ആണല്ലേ. ഇപ്പൊ എന്തെടുക്കുക? ഇപ്പൊ നീറ്റ് കഴിഞ്ഞോട്ട് എഴുതിയിട്ട് ഇപ്പോൾ MBBS ഫസ്റ്റ് ഇയർ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ. സോ എക്സാമിനേഷൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ ടൈം, അതുപോലെ തന്നെ എങ്ങനെയായിരുന്നു മോൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് എന്നൊക്കെ ഒന്ന് പറയാമോ? ഞാൻ ഇവിടെ BTECിന് റിപ്പീറ്റ് ചെയ്യാനാണ് വന്നത്. പിന്നെ ആഴ്ചയിൽ എനിക്ക് പിന്നെ പണ്ട് തൊട്ട് വരയ്ക്കാൻ തന്നെ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. 10ൽ ഞാൻ ആർട്ടായിരുന്നു, എൻ്റെ ഒരു വിഷയമായിരുന്നു ആർട്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ വരയ്ക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പിന്നെ ആഴ്ചയിൽ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ വരച്ച് പ്രാക്ടീസ് ചെയ്യും. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ലൈബ്രറിയിൽ നിന്നൊക്കെ പുസ്തകം എടുത്തിരുന്നു BARCിൻ്റെ. അപ്പോൾ അതിൻ്റെ കുറച്ച് ജനറൽ നോളജ് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെറുതായി പഠിച്ചു പോന്നിരുന്നു. അങ്ങനെ അവസാനം ഇപ്പോൾ നല്ല ഉപകാരമായി. പിന്നെ ഇവിടെ നിന്ന് എക്സാം ഒക്കെ നടത്തിയിരുന്നു. BARCിൻ്റെ പ്ലാനിങ്ങിൻ്റെ എല്ലാ എക്സാം ഒക്കെ നടത്തിയിരുന്നു. അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. നല്ല രീതിക്ക് എക്സാംസ് എല്ലാം തന്നെ അറ്റൻഡ് ചെയ്തിരുന്നു. ഓക്കെ. സോ എങ്ങനെയായിരുന്നു ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നൊന്നും പറയാമോ? മോൻ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് എക്സ്ട്രാ ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്തതെന്നൊന്ന് മെൻഷൻ ചെയ്യാമോ? ഞാൻ കുറച്ച് ഈ എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, പിന്നെ ഡ്രോയിങ് ഉണ്ട്, പിന്നെ കുറച്ച് മാത്സും ഉണ്ട്. മാത്സ് പിന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യണോണ്ട് അത് വലിയ കുഴപ്പമുണ്ടായില്ല. അത് അതിൻ്റെ രീതിയിൽ ഞാൻ പഠിച്ചു പോയി. പിന്നെ ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ടാണ് ഞാൻ ലൈബ്രറിയിൽ നിന്ന് റെഫറൻസ് ബുക്സ് എടുത്തു, പഠിച്ചു. കുറച്ച് ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ കുറച്ച് ഇടയ്ക്ക് ജനറൽ നോളജ് വായിച്ചു പോകും. അത് പിന്നെ അവസാനം ഭയങ്കര ഉപകാരമായി. പിന്നെ വരയ്ക്കാൻ പണ്ട് തൊട്ട് ഞാൻ വരച്ച് പ്രാക്ടീസ് ഉള്ളതാണ്. പിന്നെ എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള, നല്ല രീതിക്ക് ഇഷ്ടമുള്ള. അപ്പോൾ എനിക്ക് വരയ്ക്കാൻ നല്ല ഇഷ്ടം. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരയ്ക്കും. വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ കുറച്ച് നേരം ഫുള്ള് നേരം പഠിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് നേരമൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോൾ വരയ്ക്കും. അപ്പോൾ അത് നല്ല ഉപകാരമായി. അപ്പോൾ അവസാനം എല്ലാം കൂടി ഇപ്പം ഈ പറയുന്ന നമ്മുടെ BARC എക്സാമിനേഷൻ വഴി നമ്മുടെ സ്കൂൾ ഓഫ് പ്ലാനിങ്ങിൽ ഒരു സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നു. ആൻഡ് BTEC കിട്ടിയ അല്ലെങ്കിൽ BTECിലെ ക്വാളിഫിക്കേഷൻ വഴി ആൾക്കൊരു NIT സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നു. അപ്പം ഇപ്പം ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണോ ഏത് വേണം എന്നുള്ളത്? BARCാണ് കുറച്ച് പ്ലാനിങ്ങിലും കൂടി ഞാൻ പ്രിഫർ ചെയ്യണേ. അപ്പോൾ പിന്നെ ഞാൻ BTEC നോക്കുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാം കഴിഞ്ഞിട്ട് റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഒന്ന് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പം JEE മെയിൻസ് ഇപ്പം സെഷൻ 1 കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും അഡ്വാൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ. എങ്ങനെ പോകുന്നു അഡ്വാൻസിന്റെ പ്രിപ്പറേഷൻ? കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ നല്ല റിവിഷൻ ക്ലാസ്സസ് ഉണ്ട്. നല്ല രീതിക്ക് എക്സാംസ് ഒക്കെ നടത്തുന്നുണ്ട്, മോഡൽ എക്സാംസ് ഒക്കെ. അതൊക്കെ നല്ല രീതിക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. ആണല്ലേ. അപ്പം മെയിനായിട്ട് നമ്മുടെ BARC എന്നെല്ലാം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഡിസൈനിങ് പൊതുവെ മോന് താല്പര്യം ഉള്ള മേഖലയാണോ? ഡിസൈനിങ് ഓക്കെയാണ്. പിന്നെ കുറച്ചുകൂടി എനിക്ക് ഇഷ്ടം BARCിനോട്. അതാണ് ആർക്കിടെക്ചർ എടുക്കാൻ. അപ്പം എന്ത് ടൈപ്പ് ഓഫ് വരയാണ് മോൻ ഫോക്കസ് ചെയ്യുന്നത്? അതായത് ഇൻ ജനറൽ ഇപ്പം BARCുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, എങ്ങനത്തെ ടൈപ്പ് ഓഫ് പെയിന്റിങ്സ് ആണ് മോൻ? പെയിന്റിംഗ് ആണോ, ഡ്രോയിങ് ആണോ? എനിക്ക് ഡ്രോയിങ് ആണ് കുറച്ചുകൂടി ഇഷ്ടം. പെയിന്റിങ്സ് കുറച്ചൊക്കെ അത്ര അറിഞ്ഞില്ല. അപ്പോൾ ഡ്രോയിങ്ങും പിന്നെ കളറിങ് കുറച്ച് അറിയും. അങ്ങനെ ഡ്രോയിങ്സ് ആണ് കുറച്ചുകൂടി അധികം ഇഷ്ടം. സ്റ്റിൽ ലൈഫ് ഒക്കെ വരയ്ക്കാനാണ് കുറച്ചുകൂടി ഇഷ്ടം. പിന്നെ ഇമാജിനേറ്റീവ് ഇത് കുറച്ച് കുറവാണ്. ഇങ്ങനെ പിക്ചേഴ്സ് കണ്ട് വരയ്ക്കാനാണ് കൂടുതലറിയാം. ഓക്കെ. അപ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ? ഡിസൈനിങ് കുറവാണ്. ഞാൻ എല്ലാവരുടെയും ഇങ്ങനെ പറ്റാവുന്ന ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ ഞാൻ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പടമൊക്കെ ഇരുന്ന് വരയ്ക്കും.
സോ ഇപ്പം നമ്മുടെ മോഡൽ എക്സാംസിൻ്റെ കാലമാണല്ലോ ഇവിടെ ബ്രില്യൻറ്റിൽ. അപ്പം എങ്ങനെയാണ് നമ്മുടെ മോഡൽ എക്സാംസ് ഹെൽപ്പ് ചെയ്തതെന്നൊന്ന് പറയാമോ? നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തിരിക്കുന്നു ബ്രില്യൻറ്റ്. അതിന് ആദ്യം തന്നെ ബ്രില്യനോട് നന്ദി പറയാണ്. ഡയറക്ടേഴ്സ് സന്തോഷ് സാറിനോടും കോർഡിനേറ്റേഴ്സായ ബിനോയ് സാറിനോടും മിൽ സാറിനോടും എല്ലാവരോടും, പിന്നെ ഞാൻ ക്ലാസ് ടീച്ചേഴ്സ് അരുൺ സാറ്, പിന്നെ വാർഡന്മാർ ആഗർ സാർ, ആൽബിൻ സാർ, എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇവരുടെ സപ്പോർട്ട് കൊണ്ടൊക്കെയാണ് ഇവിടെ വരെ എത്താൻ പറ്റിയത്. പിന്നെ എക്സാം പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ മോഡൽ എക്സാംസ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞവിടെ തിയറി ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ റിവിഷനാണ്. അപ്പോൾ പിന്നെ നമ്മുടെ തെറ്റ് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്പോൾ എക്സാംസ് ചെയ്തും കിട്ടാത്തൊക്കെ പോയിന്റ്സ് നോട്ട് ചെയ്യാറുണ്ട്. അത് പിന്നെ ആ തെറ്റ് വരുത്താണ്ടിരിക്കാൻ ശ്രമിക്കാറുണ്ട്. നല്ല രീതിക്ക് ഹെൽപ്ഫുള്ളാണ്, ഭയങ്കര രീതിക്ക്. അപ്പം നമ്മുടെ ബ്രില്യൻ്റ് എന്ന് പറയുന്നത് റിസോഴ്സിനാൽ സമ്പുഷ്ടമായ ഒരു സ്ഥലമാണ്. നമ്മുടെ ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈബ്രറിയാണ് അല്ലേ? അപ്പം എങ്ങനെയാണ് ലൈബ്രറി യൂട്ടിലൈസ് ചെയ്തതെന്ന് പറയുന്നത്? ലൈബ്രറിയിൽ നിന്ന് ഞാൻ കുറേ ബുക്സ് എടുക്കാറുണ്ട്. ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്ത് പഠിച്ചുകൊണ്ടാണ് എനിക്കിത് കിട്ടാൻ സാധിച്ചത്. എനിക്ക് വിശ്വാസമുണ്ട്. അതെ, അപ്പോൾ നല്ല രീതിക്ക് ലൈബ്രറി എന്നെ ഹെൽപ്പ് ചെയ്തേക്കണം ഇവിടുത്തെ. ഓക്കെ. അപ്പം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അത് ഇ ലേണിംഗ് ക്ലാസ്സസിൽ ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ കുറച്ച് ക്ലാസ്സസ് കണ്ടിരുന്നു. പിന്നെ എക്സാംസ് എഴുതി, മോഡൽ എക്സാം എഴുതി, പിന്നെ എക്സാം. ഓക്കെ. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ദേവ് പോളിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പം മോനെ ഇനി മുന്നോട്ട് ഈ പറയുന്ന JEE മെയിൻസിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന അടുത്ത വർഷമൊക്കെ നിങ്ങളുടെ കൂട്ടുകാരും അനിയന്മാരും ഒക്കെ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും അല്ലേ? അപ്പം അവർക്ക് വേണ്ടിയിട്ട് മോന് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്താണ്? ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ഥാപനമാണ്. ഏറ്റവും മികച്ച കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനമാണ് ബ്രില്യൻ്റ്. അപ്പോൾ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരു ചാൻസ് കൂടി വേണമെങ്കിൽ നോക്കാം. ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. നല്ലതാണ്, നല്ല രസമാണ്. എൻജോയ് ചെയ്ത് പഠിക്കാം ബ്രില്യൻ്റിൽ. വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല രീതിക്ക് നല്ല സപ്പോർട്ടീവാണ് എല്ലാവരും. നല്ല രസത്തിൽ പഠിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഈ JEE മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും കുറച്ച് ടിപ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? മോഡൽ എക്സാംസ് അല്ലെങ്കിൽ സാധാരണ എക്സാംസ് ഒക്കെ എഴുതി കഴിയുമ്പോൾ നമുക്കിപ്പോൾ തെറ്റ് വന്നത് ഇപ്പോൾ നമുക്ക് അറിയാത്തതാണെങ്കിൽ നമുക്ക് അതൊക്കെ ഒരു ബുക്കിൽ നോട്ട് ചെയ്യാം. അത് പിന്നീട് റെഫർ ചെയ്യുമ്പോൾ നല്ല യൂസ്ഫുൾ ആണ്. അവസാനം എക്സാമിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ റെഫർ ചെയ്താൽ മതി. ഇപ്പം യൂണിറ്റ് വൈസ് എക്സാംസ് ഒക്കെ എഴുതിയിട്ട് പിന്നെ ഫുൾ മോഡലിലേക്ക് വരുമ്പോൾ അതിൻ്റെ കറക്ഷൻസ് നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നല്ല യൂസ്ഫുൾ ആവും. അത് ഹെൽപ്ഫുള്ളാണ്. പിന്നെ എല്ലാ എക്സാംസും ഒന്ന് വിടാണ്ട് എഴുതാൻ ശ്രമിക്കണം. അപ്പം പലപ്പോഴും എല്ലാവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്, ഇപ്പം എക്സാമിനേഷൻ കഴിയുമ്പോഴത്തേക്കും ഇപ്പം നമുക്ക് തെറ്റായിട്ടുള്ള ഉത്തരങ്ങൾ നമ്മൾ അവിടെ അങ്ങ് വിട്ടേച്ച് പോവുകയാണല്ലേ. പക്ഷേ ഈ പറയുന്ന നമ്മുടെ ഉന്നത വിജയം നേടിയ കുഞ്ഞുങ്ങളോട് എല്ലാവരോടും ചോദിക്കുമ്പോഴത്തേക്കും അവരെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, അവർ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു ടാക്ടിക്സ് എന്ന് പറയുന്നത്, ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, തെറ്റിപ്പോയ ഉത്തരങ്ങൾ അവർ കണ്ടുപിടിച്ച് ആ ഉത്തരങ്ങൾ ശരിക്കും പഠിക്കുക ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെ അവർ സമയം കണ്ടെത്തുന്നുണ്ട്. അല്ലാതെ തെറ്റിപ്പോയ ഉത്തരം തെറ്റിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് വിട്ട് കളയാതെ അതും പഠിക്കുന്നതായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും തന്നെ പറയുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് എല്ലാം മോനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ മോനെ JEE അഡ്വാൻസ്ഡ് എക്സാംസ് വളരെ അടുത്തിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള മോൻ്റെ പ്രിപ്പറേഷൻ ടാക്ടിക്സ് ഒന്ന് പറയാമോ? ഇപ്പോൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രില്യൻ്റ് ക്ലാസ് ഉണ്ട്, റിവിഷൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിന് ഇടയ്ക്കൊക്കെ പോകും, അറ്റൻഡ് ചെയ്യും. പിന്നെ ഓൺലൈൻ ക്ലാസ് വിട്ടിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്നാണെങ്കിലും അറ്റൻഡ് ചെയ്യാം. നല്ല രീതിക്ക് ഹെൽപ്ഫുള്ളാണ്. പിന്നെ മോഡൽ എക്സാംസും അഡ്വാൻസിൻ്റെ എക്സാമും മെയിൻസ് എക്സാമും എല്ലാം ഞാൻ എഴുതുന്നുണ്ട്. അതിനുള്ള പറ്റാവുന്ന തെറ്റുകളൊക്കെ തിരുത്തുന്നുണ്ട് നല്ല രീതിക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മോഡലിലും അല്ലെങ്കിൽ അതിന് മുൻകാലത്തെ നമ്മുടെ എക്സാമിനേഷൻസിലൊക്കെ വന്ന തെറ്റുകൾ വരുത്താതിരിക്കാനായിട്ട് ഓരോ എക്സാംസും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ. ഈ തെറ്റുകളിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരുന്ന എക്സാംസ് എല്ലാം നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മോൻ്റെ ആഗ്രഹം പോലെ തന്നെ മോൻ്റെ കരിയർ മുന്നോട്ട് പോകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. So wishing you all the very best for your career, for your examinations and for your future. Thank you so much for being here at Brilliant. Thank you. And congratulations. Thank you. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.